വെൽക്കം ബാക്ക് ഗായ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അത് ആർക്കും അങ്ങനെ അറിയാത്ത ഒരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ അഡ്വഞ്ചർ ആയിട്ടുള്ള ഡ്രൈവേഴ്സ് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ടിപ്പാണ്. അപ്പൊ അത് ഞാൻ നിങ്ങളെ പോലുള്ള സാധാരണക്കാർ കൂടിയിട്ട് ഇത് എത്തിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ നമ്മളൊരു ഭാഗത്ത് പാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി, ആ സമയത്ത് ആ കാറിന്റെ ടയർ പൊസിഷൻ, ഈവൻ ഫ്രണ്ട് ടയറിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ പൊസിഷൻ ഒന്നുകില്ലെങ്കിൽ റൈറ്റിലോട്ടോ ഒന്നുകിൽ ലെഫ്റ്റിലോട്ടോ ആയിട്ടായിരിക്കും നോർമൽ കേരളത്തിൽ എല്ലാവരും പാർക്ക് ചെയ്യുന്നത്. സോ ഇനി മേലാൽ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആരും തന്നെ അങ്ങനെ പാർക്ക് ചെയ്യരുത്. അതിനായിട്ട് നിങ്ങൾക്കുള്ള ടിപ്പാണ് ഞാൻ ഇപ്പൊ പറഞ്ഞിരുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കാറിന്റെ ടയറിന്റെ അവസ്ഥ. ഇത് കണ്ടു പറഞ്ഞാൽ ഏതൊരാളും നിങ്ങളെ ഈസി ആയിട്ട് ജഡ്ജ് ചെയ്യും. സോ ഇനി നോ മോർ ജഡ്ജ്മെന്റ്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്റ്റിയറിംഗ് നമ്മൾ ആദ്യം നമ്മുടെ കൺട്രോളിലേക്ക് എടുക്കണം. വിച്ച് മീൻസ് ഏത് പൊസിഷനിലോട്ടാണോ ലോക്ക് ആവുന്നത് ആ പൊസിഷനിലേക്ക് മാറ്റുന്നു. സോ ടയർ ഫുൾ ഒരു സൈഡ് ലോക്കാണെന്ന് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ റൗണ്ട് ഈ സ്റ്റിയറിംഗ് ഏതെങ്കിലും ഒരു വശത്തേക്ക് ചെരിക്കുക. സോ ആ ടയർ നോർമൽ ആയിട്ട് സ്ട്രെയിറ്റ് പൊസിഷൻ ആയിട്ട് മാറും. സോ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇതേ ഇപ്പൊ മനസ്സിലായില്ലേ? ഇതാ ടയർ എങ്ങനെയുണ്ട്. സോ ഇതുപോലുള്ള ടിപ്പുകൾ എന്റെ സബ്സ്ക്രൈബേഴ്സിന് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ഞാൻ കൊടുക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, ബൈ.